ഈ എറണാകുളത്ത് ഒരാൾ ഒരു ലോഡ് സാധനവുമായി വന്നിട്ടുണ്ട്. ഒരു മാട്രസിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളെ വിളിച്ചതാണ്. പൊക്കം മണ്ണമൊക്കെ ഇത്ര ഉള്ളതുകൊണ്ട് സാധാരണ മാട്രസ് ഒന്നും ഇട്ടാൽ ശരിയാവില്ല, നല്ല മാട്രസ് തന്നെ ഇടണമെന്ന് പറഞ്ഞു പുള്ളി. നോർമൽ ഹൈറ്റും വെയിറ്റും ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വരുന്ന സാധനമാണിത്. നമ്മളെ പോലെ കുറച്ച് കഴിവുകൾ എക്സ്ട്രാ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മാട്രസ് ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ, അത് പറഞ്ഞ് നമ്മുടെ നോർമൽ അപ്പോൾസറി കടയിൽ കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ പോലെ എന്ന് ചോദിച്ചു പുള്ളി എടുത്ത്. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഇത് കുറേ ലെയേഴ്സുണ്ട്. നമ്മൾ വെയിറ്റ് ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ സ്പ്രിങ് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ പഞ്ഞി കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട്, ലാറ്റക്സ് കൂടിയതുകൊണ്ട് കുറഞ്ഞുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി എനിക്ക് കുറച്ച് നേരം ക്ലാസ് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ എങ്ങാനും 1-2 പീസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. പുള്ളി ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു വണ്ടി നിറയെ ബെഡിൻ്റെ സാമ്പിളുമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദൂരത്ത് വന്ന ആളല്ലേ, അപ്പോൾ നമുക്കത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്തിരി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നമ്മൾ എടുക്കുന്ന സമയത്തായിരിക്കില്ല. ഞങ്ങൾ ബെഡ് കൊണ്ടുവന്ന് കുറച്ച് നാൾ യൂസ് ചെയ്ത്, മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അപ്പോൾ നല്ല ഉറക്കം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് തന്നെ. അപ്പോൾ നല്ല ഉറക്കം കിട്ടാൻ പോകാം വീഡിയോയിലേക്ക്. ഇത്രയധികം സാധനങ്ങൾ എൻ്റെ വണ്ടിയിൽ കൊള്ളൂ അല്ലേ? മാക്സിമം അല്ല, ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിനകത്ത് കയറ്റാവുന്നേ ഉള്ളൂ. നമ്മൾ ലിമിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങളുടെ പണി സാധനങ്ങളാണ് രാജാവേ. ഇതിപ്പോൾ യൂണിയൻകാരെ വരും കേട്ടോ. ഡിസ്പ്ലേ ഷോറൂം. ഇത്രയധികം മാട്രസ് വെറൈറ്റിയോ അതോ ഇതിലും കൂടുതലുണ്ടോ? 4000 ആ റേഞ്ച് മുതൽ 8 ലക്ഷം 9 ലക്ഷം വരെ വരുന്ന മാട്രസുകളുണ്ട്. വീതി നമുക്ക് 5 ഫീറ്റ് വരുന്ന കട്ടിലുകൾ മാട്രസുകൾക്കാണ് ക്യൂൻ സൈസ് എന്ന് പറയുന്നത്. വീതി 5 അടി വരും, ലെങ്ത് നമുക്ക് 6, 6.25, 6.5 അടി ഒക്കെ പല ടൈപ്പ് ലെങ്ത് വരും. ക്യൂൻ സൈസ് ഉണ്ട്, കിങ് സൈസ് ഉണ്ട്, 2 ഫാമിലി കോട്ട് എന്ന് പറയും. പിന്നെ അതിൻ്റെ താഴെ വരുന്ന ഡബിൾ 4 അടി വീതി വരുന്നതിന് ഡബിൾ എന്ന് പറയും. സിംഗിൾ ആണെങ്കിൽ 3 ഫീറ്റ് എന്ന് പറയും. 3 ഫീറ്റ് വെട്ട് വരുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രിങ്ങും കൊയറുമാണ് മാട്രസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. പല കമ്പനിക്കാരും പല പേരുകളിൽ അവർ പറയുന്നു എന്ന് മാത്രം. അതിൽ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ്. നാച്ചുറൽ ലാറ്റക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. റബ്ബർ പാല് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെറ്റീരിയലാണ് നാച്ചുറൽ ലാറ്റക്സ്. ഡ്യൂറബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, കംഫർട്ടുണ്ട്, ബാക്ക് പെയിൻ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകാൻ ഏറ്റവും ചാൻസ് കുറവുള്ള മെറ്റീരിയലാണ്. ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ ഇതാണ്. പിന്നെ ഹെൽത്ത് വൈസ് ഇപ്പം അലർജി ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ഏറ്റവും ചാൻസ് കുറവുള്ള മെറ്റീരിയൽ ഇതാണ്. നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയലാണ്, വേറെ കെമിക്കൽ പ്രോഡക്റ്റുകളൊന്നുമില്ല. അതർ ദാൻ നമ്മുടെ പഴയ പഞ്ഞി അല്ലെങ്കിൽ കൊയർ ഇതൊഴികെ ബാക്കി വരുന്ന എല്ലാ മെറ്റീരിയൽസും ഫോം പ്രോഡക്റ്റ്സ് ആണ്. എന്ന് വെച്ചാൽ പെട്രോളിയം ബൈ പ്രോഡക്റ്റ്സ് ആണ്, കെമിക്കൽ പ്രോഡക്റ്റുകളാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റീബോണ്ടഡ് ഫോം എന്ന് പറഞ്ഞൊരു ഫോം യൂസ് ചെയ്യും. നമ്മുടെ നോർമൽ ഫോം ക്രഷ് ചെയ്ത് ബോണ്ട് ചെയ്തെടുക്കുന്ന ഐറ്റമാണ് ഈ പറഞ്ഞ റീബോണ്ടഡ് ഫോം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മെഡിക്കേറ്റഡ് മാട്രസുകൾക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്, എന്ന് വെച്ചാൽ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മെമ്മറി ഫോം എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ. നമുക്ക് ലാറ്റക്സ് കഴിഞ്ഞാൽ പിന്നെ ടോപ്പിൽ യൂസ് ചെയ്യുന്നത്, മാട്രസിന് ടോപ്പിൽ യൂസ് ചെയ്യുന്നത് മെമ്മറി ഫോം എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഫോമിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇത്, മെമ്മറി ഫോം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സൂപ്പർ സോഫ്റ്റ് ഫോം എന്ന് പറയും. നമ്മുടെ നോർമൽ മാട്രസുകളിലൊക്കെ ടോപ്പിൽ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സോഫയുടെ ടോപ്പിൽ സീറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന സൂപ്പർ സോഫ്റ്റ് ഫോം എന്ന് പറഞ്ഞ ഫോം. ഇതുപോലെ HD ഫോം, ഹൈ ഡെൻസിറ്റി ഫോം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പല ഓൺലൈൻ ബ്രാൻഡുകളും ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോർ മെറ്റീരിയൽ എന്ന് പറയുന്നത് HD ഫോമാണ്. വെയിറ്റ് കയറുന്നതനുസരിച്ച് ഈ മാട്രസിൻ്റെ ഈ മെറ്റീരിയൽ കുഴിഞ്ഞു പോകാൻ തുടങ്ങും. ഇതാണ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് വെയിറ്റുള്ള ആൾക്കാർ കിടക്കുന്ന ആ സൈഡ് മാത്രം കുഴിഞ്ഞു പോകാൻ ചാൻസ് കമ്പാരിറ്റീവ്ലി ഇതിന് കൂടുതലാണ്. കോസ്റ്റ് കുറവാണ്, പക്ഷേ നമുക്ക് ഡ്യൂറബിലിറ്റി കുറയും. പുതിയ ഹൗസ് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്, നമ്മൾ ഓൾ കേരള കൊടുക്കുന്നതാണ്. അപ്പോൾ പുതിയ വീടുകൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഇഷ്യൂ വരുന്നത് ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ ഹൗസ് വാമിങ്ങിന് തലേദിവസം എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആൾക്കാർ മാട്രസ് വാങ്ങിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബഡ്ജറ്റ് ഭയങ്കര പ്രശ്നമായിരിക്കും. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും വീട് പണി ഭയങ്കര ടൈറ്റായി, ക്യാഷിൻ്റെ പ്രശ്നം ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു മാട്രസ് ഒന്ന് വാങ്ങിക്കാനുള്ള കോംപ്രമൈസ് ചെയ്യും ക്വാളിറ്റിയിൽ. കാരണം ഇത് ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ പോകുന്നതാണല്ലോ, അടിയിൽ പോകുന്നതാണല്ലോ, ഇതാരും കാണുന്നില്ലല്ലോ എന്ന് കരുതി എന്തെങ്കിലും ഒരു സാധനം തിക്നെസ് ഉള്ള ഒരു സാധനം വാങ്ങിച്ചിടുക എന്നുള്ളതായിരിക്കും പല ആൾക്കാരുടെയും കൺസെപ്റ്റ്. പെട്ടെന്ന് തലേദിവസം ചെന്നൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഷോപ്പിലിരിക്കുന്ന സാധനം നമുക്ക് അവർ തരും. ചൂസ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷൻസ്, ബോഡി വെയ്റ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട്, അവരുടെ സ്ലീപ്പിംഗ് പൊസിഷൻ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു മാട്രസ് ചൂസ് ചെയ്യാനായിട്ട്. അതിന് ഈ മെറ്റീരിയൽ ഉള്ളിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിന്തറ്റിക് ലാറ്റക്സ് ഉണ്ട്, ക്രഷ്ഡ് ലാറ്റക്സ് ഉണ്ട്, ഇമ്പോർട്ടഡ് ചൈനീസ് ലാറ്റക്സ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇത് 100% പ്യുവർലി ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് 10 years റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയോട് കൂടിയാണ് വരുന്നത്. എന്ന് വെച്ചാൽ മാട്രസിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഇത് കുഴിഞ്ഞു പോകുക എന്നുള്ളത്. ഇതൊരു 10 yearsനുള്ളിൽ 1 ഇഞ്ചെങ്കിലും കനം കുറഞ്ഞു പോവോ അല്ലെങ്കിൽ താന്നു പോവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി തരുന്നുണ്ട്. 10 years റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി തരുന്ന വേറെ മോഡലുകൾ, വേറെ ബ്രാൻഡുകൾ നമുക്കില്ല. പിന്നെ ഉള്ളത് ഇതല്ലെങ്കിൽ പിന്നെയുള്ള ബെസ്റ്റ് ഓപ്ഷൻ, കാരണം ഇത് കമ്പാരിറ്റീവ്ലി മറ്റ് മോഡലുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ലാറ്റക്സ് മാട്രസിൻ്റെ റേറ്റ് കൂടുതലാണ്.
പക്ഷേ ലാറ്റക്സ് മാട്രസിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു മോഡലാണ് ഇത്. ഇതല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് മാട്രസിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫുൾ ലാറ്റക്സ് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ലാറ്റക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഈ 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് മാട്രസ് യൂസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ 1 ഇഞ്ച് ലാറ്റക്സ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മാട്രസിൻ്റെ ഈ 1 ഇഞ്ച് ലാറ്റക്സ് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബേസിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കുറഞ്ഞ മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ മാട്രസ് കൊഴിഞ്ഞു പോകും. ലാറ്റക്സ് ആണ് എന്ന് കരുതി ഇതിന് ഡ്യൂറബിലിറ്റി കിട്ടില്ല. ബേസ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇതിൽ നമ്മൾ ഓർത്തോപെഡിക് ഫോം യൂസ് ചെയ്യുന്നുണ്ട്, കൊയർ യൂസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് HD ഫോം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 6 ഇഞ്ച് മാട്രസ് ആണ്. 6 ഇഞ്ച് നമ്മൾ 4 ഇഞ്ച് ഓർത്തോപെഡിക് അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഫോം അല്ലെങ്കിൽ റീബോണ്ടഡ് ഫോം, ഇങ്ങനെ പല പേരുകളിലാണ് ഇത് പറയുന്നത്. ഈ റീബോണ്ടഡ് ഫോം 4 ഇഞ്ച് യൂസ് ചെയ്തു, 2 ഇഞ്ച് ലാറ്റക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഫോം കൊയറോ HD ഫോംസോ കാര്യങ്ങളൊന്നുമില്ല. പല ലെയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. HD ഫോം ഉണ്ട്, കൊയർ ഉണ്ട്, റീബോണ്ടഡ് ഫോം ഉണ്ട്, സൂപ്പർ സോഫ്റ്റ് ഫോം ഉണ്ട്, ലാറ്റക്സ് ഉണ്ട്. ഇത്രയും മെറ്റീരിയൽ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ലാറ്റക്സും റീബോണ്ടഡും മാത്രമേ ഉള്ളൂ. നമ്മൾ എടുത്തത് ഏത് മാട്രസ് ആണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പം ഘടന എന്നായിരിക്കും എല്ലാവർക്കും കാണാനും കേൾക്കാനും ഇഷ്ടം. അഞ്ജലിയുടെ മാട്രസിൻ്റെ ഘടന അല്ലേ, ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നാണ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഇഞ്ച് കട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? നമുക്ക് കട്ടിലിൻ്റെ ഹൈറ്റ് ഇപ്പോൾ 16 ഇഞ്ചസ് വരുന്നുണ്ട്. ഫ്ലോറിൽ നിന്ന് മാട്രസ് ഇടുന്ന ആ ലെവൽ വരെ 16 ഇഞ്ചസ് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ എത്ര എങ്കിലും വേണം മിനിമം? മിനിമം 6 അല്ലെങ്കിൽ 8. അപ്പോൾ 6 അല്ലെങ്കിൽ 8. അപ്പോൾ 8 തന്നെ പിടിച്ചു നോക്കാം. എത്രയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കൊന്ന് അറിയാം. അപ്പോൾ അതാണെങ്കിൽ എത്ര 8 ഇഞ്ച് നമുക്ക് ഇത് കോസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ ക്യൂൻ സൈസ് ആണ്. ക്യൂൻ സൈസ് 8 ഇഞ്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം 72 സംതിങ് പ്രൈസ് വരുന്നതാണ്. 72,000 ആ റേഞ്ചിൽ പ്രൈസ് വരും. നമുക്കത് ആഫ്റ്റർ ഡിസ്കൗണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 50 സംതിങ് ആ റേഞ്ചിൽ പ്രൈസ് ഇതിന് വരും. 50,000 റേഞ്ച് ഇതിന് വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടൊന്ന് കുറച്ച് പിടിച്ചാലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് എത്രയാണെന്ന് കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതാണ് ഓക്കെ എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് റേഞ്ച് എങ്ങനെയാണെന്നൊന്ന് പറയാം. നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഇതാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 ഇഞ്ച് മുകളിൽ ലാറ്റക്സ് ആണ് വരുന്നത്. ഇത് 2 ഇഞ്ച് നാച്ചുറൽ ലാറ്റക്സ്. ഈ ലാറ്റക്സ് തന്നെ പല ടൈപ്പ് ക്വാളിറ്റി വരും. ഇത് ലാറ്റക്സ് ആണ് എന്ന് കരുതി കോസ്റ്റ് കൂടുതൽ കുറവ് അങ്ങനെയൊന്നുമില്ല. ഈ ലാറ്റക്സ് തന്നെ പല ക്വാളിറ്റി വരുന്നുണ്ട്. അതുപോലെ ബേസ് യൂസ് ചെയ്യുന്ന മെറ്റീരിയലും പല ക്വാളിറ്റി വരുന്നുണ്ട്. എല്ലാം പേര് പറയുമ്പോൾ റീബോണ്ടഡ് ഫോം എന്നും ലാറ്റക്സ് എന്നും മാത്രം പറയുള്ളൂ. പക്ഷേ അത് പല ക്വാളിറ്റിയും പല ഡെൻസിറ്റിയും വരുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇഞ്ച് നാച്ചുറൽ ലാറ്റക്സും താഴെ റീബോണ്ടഡ് ഫോമാണ്. ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 35,000 ആ റേഞ്ചിലാണ് ക്യൂൺ സൈസിന് വരുന്നത്. 35 ആ റേഞ്ചിൽ പ്രൈസ് ഇതിന് വരും. ഇനി ഇത് നമുക്ക് വീണ്ടും കോസ്റ്റ് കുറയ്ക്കാനായിട്ടാണെങ്കിൽ 1 ഇഞ്ച് ലാറ്റക്സിലേക്ക് നമുക്ക് പോകും. 1 ഇഞ്ച് പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് വരുമ്പോഴത്തേക്ക് ഒരു 25,000 to 30,000 ആ റേഞ്ചിൽ വരും. ഇതൊക്കെ ക്യൂൻ സൈസിൻ്റെ പ്രൈസാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 5 ഫീറ്റ് വിഡ്ത്ത് വരുന്ന മാട്രസിൻ്റെ കോസ്റ്റാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഇപ്പോൾ നമ്മൾ ക്യൂൻ സൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് മാട്രസിന് നമ്മൾ എത്രയാണ് വാറണ്ടി കൊടുക്കുന്നത്? ഏതെടുത്താൽ ഈ മോഡലുകൾ 10 വർഷത്തേക്ക് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ്. ഇതിനൊക്കെ 10 വർഷം വാറണ്ടി ഉണ്ട്. അത് റീപ്ലേസ്മെൻറ്റ് 1 ഇയർ ആണ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉള്ളൂ. ബാക്കി സർവീസ് വാറണ്ടിയാണ്. ഈ സർവീസ് വാറണ്ടി എല്ലാ ബ്രാൻഡുകളും കൊടുക്കുന്നത് 10 വർഷം വാറണ്ടി എന്ന് മാത്രമേ പറയുള്ളൂ. അതിൽ റീപ്ലേസ്മെൻറ്റ് എപ്പോഴും 1 ഇയറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 10 വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയിൽ ഒരു 9 വർഷം കഴിഞ്ഞ് എൻ്റെ കംപ്ലയിൻറ്റ് വരുന്നതെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതിൻ്റെ അത് വേറെ ഹിഡൻ കോസ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അന്നത്തെ ഒരു ഫ്രഷ് പീസ് തന്നെ നമുക്ക് അന്ന് കിട്ടും. വേറെ ഇതിൻ്റെ അത് ഹിഡൻ ആയിട്ടുള്ള ഒരു കോസ്റ്റും ഇതിൽ വരുന്നില്ല. ഏത് ലീഡിങ് ബ്രാൻഡ് ആണെങ്കിലും ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പം ഞാൻ ഏകദേശം 8-9 ബ്രാൻഡുകൾ ലീഡിങ് ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ട്. അതിലേത് ബ്രാൻഡ് ആണെങ്കിലും ബേസ് മോഡൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ്സ് വരും. കുറച്ച് പ്രീമിയം മോഡൽ അല്ലെങ്കിൽ നല്ല സ്പ്രിങ്ങിൻ്റെ മാട്രസാണ് എപ്പോഴും സ്പ്രിംഗ് മാട്രസ് എടുക്കുകയാണെങ്കിൽ നല്ലത്. ബഡ്ജറ്റ് റേഞ്ചിൽ ഒരിക്കലും സ്പ്രിംഗ് മാട്രസ് എടുക്കരുത്. അത് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ പേര് നോബിൾ എന്നാണ്. നമ്മുടെ ഫേമിൻ്റെ പേര് ദ കിയോസ്ക് എന്നാണ്. ഞങ്ങൾ കൊച്ചി ബേസ്ഡ് ആണ്. കൊച്ചി പാലാരിവട്ടത്താണ് നമുക്ക് ഓഫീസ് വരുന്നത്. നമ്മൾ ഓൾ കേരള മാട്രസ് സപ്ലൈ ചെയ്യുന്നതാണ്. ഏകദേശം കേരളത്തിലെ 8-9 ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറേ വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 8-9 ബ്രാൻഡുകൾ, അതായത് പെപ്സ്, റിപ്പോസ്, സ്പ്രിംഗ് ഫിറ്റ്, ഡ്യൂറോഫ്ലെക്സ്, കർലോൺ, സുനിദ്ര, ഇൻഡോ ഫ്രഞ്ച് ലാറ്റക്സ്, BIA, സിറസ്, ഇങ്ങനെയുള്ള കുറേ 8-9 ലീഡിങ് ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് മേക്ക് ചെയ്യുന്ന മോഡൽസും ഉണ്ട്. ബ്രാൻഡ് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മേക്ക് ചെയ്യുന്ന ക്വാളിറ്റി പ്രോഡക്ട്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമൽ ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ബെറ്റർ പ്രൈസിൽ നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്ത് തരുന്നുണ്ട്. എസ്പെഷ്യലി പുതിയ ഹോംസിന്, പുതിയ ഹൗസ് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അല്ലാണ്ടുള്ള കസ്റ്റമേഴ്സിനായാലും നമ്മൾ കൊടുക്കും, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. കസ്റ്റമറുടെ ബഡ്ജറ്റ്, അവരുടെ പ്രിഫറൻസ്, അവരുടെ കസ്റ്റമർ കംഫർട്ട്, അവരുടെ എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്സ്, ഇതിനനുസരിച്ചിട്ടുള്ള മോഡൽസ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് പല ബ്രാൻഡുകളിൽ കൊടുക്കും. ഇനി അതല്ല കസ്റ്റം ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാർഡാണ്, ഇത് സോഫ്റ്റാണ്. രണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്നു.
ഇത് ഡെൻസിറ്റി കുറവാണ്, ഇത് കട്ടി കൂടുതൽ. ഇത് കട്ടി കൂടുതലാണ്. ഇത് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിന് ഡ്യൂറബിലിറ്റി കൂടുതലുണ്ടാവും കമ്പാരിറ്റീവ്ലി. പറയുമ്പോൾ രണ്ടും ലാറ്റക്സ് ആണ്. നമ്മൾ ലാറ്റക്സ് മാട്രസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് ഹാർഡാണോ സോഫ്റ്റ് ആണോ എത്ര ഡെൻസിറ്റി ആണെന്നും ആരും പറയുന്നില്ല. ഇത് സോഫ്റ്റ് ലാറ്റക്സ് ആണ്, ലോ ഡെൻസിറ്റി ആണ്. ഇത് ഹൈ ഡെൻസിറ്റി ലാറ്റക്സ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ നമുക്ക് മാട്രസ് ഉണ്ട്. നമ്മൾ ഫുൾ ലാറ്റക്സ് ഇത് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, ഇത് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും ഈ മാട്രസ് വരുമ്പോൾ, ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ. ഇതാണ് ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള മാട്രസിൻ്റെ ഒരു കംഫർട്ട് വരുന്നത്. ഇത് സോഫ്റ്റ് ആയിരിക്കും, ഇത് ഫുൾ ലാറ്റക്സ് വരുന്നത്. ഇത് സോഫ്റ്റ് ആയിരിക്കും, ഫുൾ ലാറ്റക്സ്. ഇത് സോഫ്റ്റ് ആണ്, സോഫ്റ്റ് ലാറ്റക്സ് ആണ്. അതെ അതെ. ഇത് വരുമ്പോൾ കുറച്ചും കൂടെ ഇത് ഡ്യുവൽ കംഫർട്ടാണ്. ഈ മാട്രസ് ഡ്യുവൽ കംഫർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് മാട്രസാണ്. 6 ഇഞ്ചിൻ്റെ 4 ഇഞ്ച് ഹാർഡായിട്ടുള്ളതും 2 ഇഞ്ച് ലാറ്റക്സ് സോഫ്റ്റ് ആയിരിക്കും. ഇത് പിടിച്ച് നോക്കി, ഇവിടെ ഒന്ന് നോക്കി, ഇത് സോഫ്റ്റാണ്. തിരിച്ച് മറിച്ച് വിടാം. ഈ സൈഡ് നോക്കിയോ, ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഹാർഡായിരിക്കും. പ്രസ് ചെയ്ത് നോക്കി, ഇത് കുറച്ചും കൂടെ ഹാർഡായിരിക്കും. ഇത് മറ്റേ സൈഡ് കിടന്നിട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് വേണം തോന്നുവാണെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതിൽ ലാറ്റക്സ് ടോപ്പ് വരുന്നില്ല. നമുക്ക് ടോപ്പിൽ ലാറ്റക്സ് വരുന്ന മാട്രസുകൾ പൊതുവെ ഫാബ്രിക് മാത്രമേ ഈ ഡിസൈൻ ഉണ്ടാവില്ല. അതിന് കാരണം ഫ്ലാറ്റ് ആയിരിക്കും. അതെ, ഫാബ്രിക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് കാരണം ഇതാണ്, ഈ ഫാബ്രിക്കിനോട് കൂടി ഫോം ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഡിസൈൻ. ഇത് പല ഡിസൈനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ ലാറ്റക്സിൻ്റെ മേളിൽ ഫോം വന്നു കഴിയുമ്പോൾ ഫോമിൻ്റെ ലാറ്റക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാതെ വരും, മെറിറ്റ് കിട്ടാതെ വരും. ലാറ്റക്സിന് മേളിൽ ഈ ആർട്ടിഫിഷ്യൽ ഫോം ഇട്ട് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ലാറ്റക്സ് മാട്രസുകൾക്ക് എപ്പോഴും പ്ലെയിൻ ഫാബ്രിക് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിത്രപ്പണികളൊന്നും ഉണ്ടാവില്ല, വെറും ഫ്ലാറ്റ് ആയിരിക്കും. എടുക്കരുതെന്നല്ല, ഇപ്പോൾ ഇങ്ങനെയുള്ള ലാറ്റക്സ് ഇല്ലാത്ത മാട്രസുകൾക്ക് ഫുൾ ലാറ്റക്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലാറ്റക്സ് മെറ്റീരിയൽ യൂസ് ചെയ്താണ് ബെഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് ഉപയോഗിക്കാം. അതിൻ്റെ മുകളിൽ ക്വിൽറ്റിട്ട് അല്ലെങ്കിൽ ഒരു മെമ്മറി ഫോം വെച്ചിട്ട് ചിത്രപ്പണി ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചിത്രപ്പണി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ലാറ്റക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടില്ല. ഇത് നോക്കിയാൽ ഫുൾ ലാറ്റക്സ്, ഇനി ക്വിൽറ്റിങ്ങില്ല, ഇത് ഫാബ്രിക് മാത്രമേ. അപ്പോൾ നമ്മളപ്പോൾ ഈ ലാറ്റക്സ് മാട്രസ് സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. 4 ഇഞ്ച് ഹൈ ഡെൻസിറ്റി ഹാർഡായിട്ടുള്ള ലാറ്റക്സും 2 ഇഞ്ച് സോഫ്റ്റ് ലാറ്റക്സും ആണ് വരുന്നത്. നമുക്ക് 2 സൈഡും യൂസ് ചെയ്യാം. ഇൻബിൽട്ട് വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണിത്. ഇത് ഉള്ളിലേക്ക് നമ്മൾ കുട്ടികൾ മൂത്രം ഒഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ്സിൽ മറിഞ്ഞ് വെള്ളം വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല. എന്ന് വെച്ചാൽ ഈ ലാറ്റക്സ് നനയില്ല. മാട്രസ് ഏത് മെറ്റീരിയലാണെങ്കിലും വെള്ളം വീണ് കഴിഞ്ഞാൽ ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകില്ല, ഫാബ്രിക് മാത്രം നനയുള്ളൂ. ഉള്ളിലൊരു ഇൻബിൽട്ട് വാട്ടർ പ്രൂഫായിട്ട് സാധനം ഒരു മെറ്റീരിയൽ ഇടുന്നുണ്ട്. നനഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് വെച്ചിട്ട് ഒരിക്കലും ഇത് ഉണക്കരുത്. ഇത് ഫാനിട്ട് മാത്രം ഉണക്കാവുള്ളൂ. തുടച്ച് കളഞ്ഞിട്ട് ഫാനിട്ട് ഉണക്കുക മാത്രമേ ചെയ്യുള്ളൂ. അത് ഏത് മെറ്റീരിയൽ എന്ത് മാട്രസ് ആണെങ്കിലും നമ്മൾ സാധാരണ വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങട്ടെ എന്ന് കരുതി ഡയറക്റ്റ് ഏറ്റവും നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് കൊണ്ടുപോയി വെക്കും. ഒരിക്കലും അത് ചെയ്യരുത്, പൊടിഞ്ഞു പോകും, ഫോം ചീത്തയായിപ്പോവും. അത് ഏത് മെറ്റീരിയലാണെങ്കിലും. ലാറ്റക്സ് ആണെങ്കിൽ ലാറ്റക്സ് ഉരുകും. അപ്പോൾ ഇത് വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മൾ ഫാനിട്ട് അല്ലെങ്കിൽ ഫ്രഷ് എയർ കൊള്ളിക്കാം. എയർ കൊള്ളിച്ച് ഉണക്കുക മാത്രം, ഡ്രൈ ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് പഞ്ഞിമത്ത എടുത്ത് വെയിലത്തിട്ട് ഉണക്കുന്ന പോലെ ഉണക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല. പഞ്ഞിമത്ത മാത്രമാണ് ആ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു മെറ്റീരിയൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പുറത്ത് വെച്ചപ്പോൾ ഉണക്കേണ്ട കാര്യമില്ല. കാറ്റ് അതെ നമ്മൾ ഫാൻ ഇട്ട് മാത്രം ഉണക്കിയെടുക്കുക, ഡ്രൈ ചെയ്ത് എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലേക്ക് വാങ്ങിച്ച സാധനങ്ങളിൽ എന്റെ ദൈവമേ കൊടുത്ത കാശ് മുതലായി എന്ന് ആദ്യം തോന്നിപ്പിച്ച സംഗതികളിൽ ഒന്നാണ് ഈ കസ്റ്റമൈസ്ഡ് മെത്ത. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 റൂമിനും യൂസ് ചെയ്തത് പഴയ മാട്രസ് ആണ്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഈ മെത്ത മതി. മുകളിലെ ബെഡ്റൂമിനെ വെച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പാണ്, തൂവൽ പോലെയാണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഉറങ്ങാൻ അല്ലെങ്കിൽ കൂടി വെറുതെ വന്നിരിക്കാൻ ഇഷ്ടമാണ്. പുതിയ ഹൗസ് പ്രോജക്റ്റിന് വേണ്ടി നിങ്ങൾക്കൊരു ഓൺസൈറ്റ് ഡെമോൺസ്ട്രേഷൻ വേണം. ഓൾ കേരള സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. എറണാകുളത്തെ ഷോറൂം വിസിറ്റ് ചെയ്താൽ ഡയറക്റ്റ് എക്സ്പീരിയൻസും ചെയ്യാം. ഉപയോഗിച്ച് പൂർണ്ണ തൃപ്തിയുള്ളത് കൊണ്ട് പറയട്ടെ. ഓർഡർ പ്ലേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടൂ. താങ്ക് യു. ബൈ.